നമസ്കാരം. ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നതിന് ശേഷം കേരളത്തിൽ ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യുന്നത് പാലക്കാട് മണ്ഡലത്തിലെ BJPയുടെ പരാജയമാണ്. ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ ജയവും പരാജയവും ഉണ്ടാകും, അടുത്തത് സ്വാഭാവികമാണ്. 10,000-ഓളം വോട്ടുകളാണ് മണ്ഡലത്തിൽ BJPക്ക് നഷ്ടമായത്. ഇതോടെ സുരേന്ദ്രനെതിരെ അടക്കം പടയൊരുക്കം പാർട്ടിക്കുള്ളിൽ ശക്തമായിരിക്കുകയാണ്. തമ്മിത്തല്ലരുത്, ആ പ്രശ്നം എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ അത് മാറ്റേണ്ടതാണ്. പാലക്കാട്ടെ നിരാശകൾക്കിടയിലും വയനാട്ടിലെ BJPയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. നവ്യ ഹരിദാസ് എന്ന യുവ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കിയ BJPക്ക് അവരുടെ പ്രതീക്ഷ തെറ്റിയിട്ടില്ല. പ്രിയങ്ക ഗാന്ധിയോട് ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ നവ്യയ്ക്ക് സാധിച്ചു. സൗമ്യമായ ഇടപെടലുകളുമായി വോട്ടർമാരെ കയ്യിലെടുക്കാൻ നവ്യയ്ക്ക് സാധിച്ചു. കഴിഞ്ഞ തവണ രാഹുലിനെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ 13% വോട്ടുകളാണ് BJPക്ക് ലഭിച്ചത്. ഇത്തവണ 12% വോട്ടുകൾ നിലനിർത്താൻ നവ്യയ്ക്ക് സാധിച്ചു. അത് നിസ്സാര കാര്യമല്ല. 1% വോട്ടുകൾ മാത്രമാണ് കുറഞ്ഞത്. ഇത് നവ്യയുടെ നേട്ടം തന്നെയാണ്. നവ്യയെ സ്ഥാനാർത്ഥിയാക്കിയ ശേഷം സംസ്ഥാന നേതാക്കളെല്ലാം അവരെ അവഗണിച്ചിരുന്നു. പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ടും വയനാട്ടിലേക്ക് നൽകിയിട്ടില്ല. ഇതും കൂടി സുരേന്ദ്രന് ശേഷം ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന BJP സ്ഥാനാർത്ഥിയായി നവ്യ ഹരിദാസ് മാറി. IT പ്രൊഫഷണൽ എന്ന നിലയിൽ നിന്നും BJP രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ നവ്യ യുവാക്കൾക്കിടയിൽ നല്ല സ്വീകാര്യതയാണ് ലഭിച്ചുവെന്ന് അവർക്ക് കിട്ടിയ വോട്ട് വിധത്തിൽ നിന്നും വ്യക്തമാണ്. തനിക്ക് വോട്ട് ചെയ്തവർക്ക് നന്ദി അറിയിച്ചുകൊണ്ടാണ് നവ്യ വയനാട് ചുരം ഇറങ്ങിയത്. രാഷ്ട്രീയ നേതാവായും സഹോദരിയായും മകളായും ഒപ്പം നിന്ന് സംരക്ഷിച്ചവർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് നവ്യ വയനാട്ടിലെ പ്രിയപ്പെട്ട ജനങ്ങളോട് പാർട്ടി പ്രവർത്തകരോടും നന്ദി അറിയിച്ചത്. വിജയം അന്തിമമല്ല, പരാജയം മാരകമല്ല, അത് തുടരാനുള്ള ധൈര്യമാണ് എന്ന വിൻസ്റ്റൺ ചർച്ചിന്റെ വാക്കുകൾ കടമെടുത്താൽ അതായിരിക്കും യാഥാർത്ഥ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് നവ്യ ഹരിദാസിന്റെ വാക്കുകൾ തുടങ്ങിയത്. പേരുകേട്ട എതിരാളികളെ പരാജയപ്പെടുത്താൻ ഇറങ്ങുമ്പോൾ നേതൃത്വം എന്നിൽ അർപ്പിച്ച വിശ്വാസം അത് കൈവടിയാതെ വയനാട്ടുകാരിയുമായി ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചുവെന്ന് അവർ കുറിച്ചു. നല്ല മത്സരം കാഴ്ചവെച്ചുവെന്ന് മുതിർന്ന നേതാക്കളും സഹപ്രവർത്തകരും അഭിഭാഷകളും അഭിപ്രായം പങ്കിടുമ്പോൾ അതിയായ സന്തോഷമുണ്ടെന്ന് നവ്യ ഹരിദാസ് ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. ശരി തന്നെയാണ്. നവ്യ ഹരിദാസിനെ ഏൽപ്പിച്ച ദൗത്യം നവ്യ ഹരിദാസ് അവിടെ ഭംഗിയായി ചേർന്നു. അവിടെ പാളിച്ച പറ്റിയത് BJP എന്ന പാർട്ടി കുറച്ചും കൂടെ ഊർജിതമാക്കേണ്ടതായിരുന്നു. 6,22,388 വോട്ടിലാണ് UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചത്. എന്നാൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് അത്രയും വോട്ടുകൾ അവർക്ക് നേടാനും സാധിച്ചില്ല. മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ കൂടിയായ നവ്യ ഹരിദാസ്. തുടർച്ചയായ 2ാം തവണയാണ് കോർപ്പറേഷനിൽ വിജയിക്കുന്നത്. പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായതോടെയാണ് നേതൃത്വം നവ്യയെ വയനാട്ടിലേക്ക് നിയോഗിച്ചത്. പ്രചാരണത്തിനുടനീളം സാധാരണക്കാരിയായി വയനാട്ടുകാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയുള്ള ഇടപെടലിലൂടെ അവരിൽ ഒരാളായി നവ്യ മാറിയിരുന്നു. പ്രിയങ്കയ്ക്കെതിരെ മത്സരിച്ച നവ്യയ്ക്ക് 1,09,039 വോട്ടുകളാണ് ലഭിച്ചത്. 31,106 വോട്ടിന്റെ കുറവുണ്ടായി. എന്നാൽ സുരേന്ദ്രന് വേണ്ടി ആളും അർത്ഥവും ഹിറ്റും വരെ അന്ന് വയനാട്ടിലുണ്ടായിരുന്നു. എന്നാൽ നവ്യയ്ക്ക് വേണ്ടി വലിയ പ്രചാരണം BJP അവിടെ നടത്തിയില്ല. എന്നിട്ടും പുതുമുഖ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നവ്യയ്ക്ക് സാധിച്ചു. കോൺഗ്രസ് കുടുംബാധിപത്യം പുലർത്താനാണ് വയനാട്ടിൽ ശ്രമിക്കുന്നതെന്നും മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന MP ആണ് ജനങ്ങൾക്ക് ആവശ്യമെന്നുമുള്ള BJPയുടെ പ്രചാരണവും അവിടെ ഏറ്റു. BJP സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനുമായി താരതമ്യം ചെയ്യുമ്പോൾ നവ്യ ഹരിദാസ് വയനാട്ടുകാർക്ക് അത്ര പരിചിതമല്ല. ആ പരിചയക്കുറവ് ദിവസങ്ങൾ കൊണ്ടാണ് നവ്യ ഹരിദാസ് അതിവേഗം മറികടന്നത്. ഏപ്രിലിൽ സുരേന്ദ്രന് വേണ്ടി നടത്തിയ രീതിയിലുള്ള വമ്പൻ പ്രചാരണങ്ങൾ നടത്താൻ BJP വയനാട്ടിൽ താല്പര്യം കാണിച്ചില്ല. ഇതാണ് 30,000 വോട്ടുകളുടെ കുറവ് ഇടയാക്കിയത്. എങ്കിലും നിയമസഭയിലേക്കുള്ള കന്നി പോരാട്ടത്തിൽ വൻ വിജയം വിലയിരുത്തണം അവരുടെ വോട്ട് വേഗം. വേഗത്തിൽ വയനാട്ടുകാർക്ക് സുപരിചിതനാകാൻ നവ്യയ്ക്കും സാധിച്ചു. ഒരു തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്ത പ്രിയങ്ക ഗാന്ധിയേക്കാൾ എന്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ യോഗ്യതാണെന്ന് നവ്യ ഹരിദാസ് എന്ന് ഇന്ത്യ തന്നെ പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ NDA സ്ഥാനാർത്ഥി വിജയിച്ചേ മതിയാകൂ എന്നതാണ് നവ്യയുടെ നിലപാട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിനോദ സഞ്ചാരത്തിനാണ് വയനാട്ടിൽ എത്തുന്നതെന്നും നവ്യ ആരോപിക്കുന്നുണ്ട്. മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും ഓടിയെത്തി നവ്യ ആരാധനാലയങ്ങളും തുടർച്ചയായ സന്ദർശനം നടത്തിയിരുന്നു.
ആദിവാസി വോട്ടർമാരെയും ചേർത്ത് പിടിക്കാനുള്ള ശ്രമവും നവ്യ നടത്തി. അത് വിജയിക്കുകയും ചെയ്തു. ഇതെല്ലാം അവരുടെ നില മെച്ചപ്പെടുത്തുന്നതിന് വഴിയൊരുക്കി. നവ്യയുടെ പ്രചാരണത്തിന് മോദി വന്നിരുന്നില്ല. സുരേന്ദ്രന് വേണ്ടി ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ വന്നിരുന്നു. നവ്യയ്ക്ക് വേണ്ടി മന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും മാത്രമാണ് പ്രചാരണത്തിന് എത്തിയത്. നവ്യയ്ക്ക് വേണ്ടി ഒരു കാടിളക്കൊണ്ടൊരു പ്രചാരണം വയനാട്ടിൽ നടത്തിയിരുന്നതെങ്കിൽ നവ്യ ഇപ്പോൾ ഡൽഹിയിൽ ലോക്സഭാ മണ്ഡലത്തിൽ ഇരിക്കുമായിരുന്നേനെ. MP ആയിട്ട് BJPയുടെ വയനാടിന്റെ മകളായി ലോക്സഭയിൽ ഇരിക്കുമായിരുന്നു. കുഴപ്പമില്ല, ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. നിയമസഭാ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാം നവ്യയ്ക്ക്.